ഇസ്ലാമിന്റെ നീതി എന്റെ യുവാവ് പഠിക്കേ, എന്റെ പെങ്ങള് പഠിക്കേ. അല്ലാഹുവിന്റെ മുത്ത് റസൂലുള്ള എത്രത്തോളം വീക്ഷിക്കുന്നുവെന്ന് ചിന്തിക്കേ. ഇസ്ലാം പഠിപ്പിക്കുന്ന നീതി വേണം. അവിടെ ഒരു ഭർത്താവാകുമ്പോ നീതി വേണം, ഒരു മക്കളുടെ ബാപ്പയാകുമ്പോ നീതി വേണം, അയൽക്കാരനാകുമ്പോ അവരോട് നീതി വേണം, അതുപോലെ തന്നെ നാട്ടുകാരോട് നീതി വേണം, സമുദായത്തോട് നീതി വേണം, സമൂഹത്തോട് നീതി വേണം. എന്റെ പെങ്ങളെ, ഭർത്താവിനോടും കുടുംബത്തോടും നീതി വേണം. വലിയ വിഷയമാണ്, അബൂറബിയെ വിവരിക്കാൻ നേരമില്ല. തന്റെ പ്രിയപ്പെട്ട അരുമമകനെ ചുംബിക്കുന്നു, അരുമമകളെ അടുത്തിരുത്തുന്നു. ഒരു ചുംബനം കൊണ്ട് അവരെ പരസ്പരം ഒന്ന് വിഭാഗമാക്കുന്നു. മുത്ത് റസൂലുള്ള സംസാരിച്ചു കൊണ്ടിരുന്ന വർത്തമാനം നിർത്തുന്നു. ഒരൽപ്പം ഗൗരവത്തോടെ ഈ യുവാവായ സ്വഹാബിയെ നോക്കുന്നു. എന്നിട്ട് പറഞ്ഞു, മാ അദൽത ബൈനഹുമാ, മാ അദൽത ബൈനഹുമാ. ഇത് രണ്ടും അല്ല നിനക്ക് സമ്മാനിച്ച മക്കളല്ലടോ, ഇത് രണ്ടും നിനക്ക് അല്ലാഹു സമ്മാനിച്ച മക്കളല്ലടോ. അതേ മുത്ത് റസൂലുള്ളാഹ്, എനിക്ക് എന്റെ റബ്ബ് സമ്മാനിച്ച എന്റെ മക്കളാണ്. എന്തേ അതിലൊരു കുട്ടിയെ മാത്രം നീ ചുംബിച്ചോ, മറ്റൊരു കുട്ടിയെ നീ ചുംബിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മക്കളോട് നീ നീതി കാണിച്ചിട്ടില്ല. പാപ്പ എന്ന തരത്തിൽ നീ പരാജയത്തിലാണ്. മക്കളോട് നീതി പുലർത്തിയിട്ടില്ല, നീ ഖുർആന് വഴിപ്പെട്ടിട്ടില്ല. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി യഅിദുകും ലഅല്ലകും തദക്കറൂൻ. ഖുർആനിൽ അമറുൽ ജലീലു അസ്സ വജൽ.